ഇല്ലീഗൽ കസ്റ്റഡിയിലാണ് വാസ്തവത്തിൽ അന്ന് ആ മരണം ഉണ്ടായിരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ നാളെ ചർച്ച ചെയ്തിട്ട് എന്താണ് അതിനെപ്പറ്റി പറയേണ്ടതെന്ന് പറയാം. എല്ലാം കൂടി ഇപ്പോൾ നമ്മൾ സ്വന്തം പറയുന്നത് ശരിയല്ല. നാളെ UDF ആലോചിച്ചിട്ട് അത് പറയാം. അത് ഒരുപാട് കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ നമ്മളെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചാണ്. ഉണ്ട്, അതൊക്കെ നിങ്ങൾ പറഞ്ഞ കേട്ട പോലെ ഞാനും കേട്ടു. വിശദമായിട്ട് ഞങ്ങൾ കേൾക്കുമായിരുന്നു, ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. അല്ല, ഇതിപ്പോ എന്ത് അന്വേഷണം വേണം, എന്ത് പ്രക്ഷോഭം വേണം എന്നൊക്കെ കൂട്ടായി തീരുമാനിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷെ സംഗതി വളരെ ഗുരുതരമാണെന്നും ഞങ്ങൾ നേരത്തെ ഇതിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. CBI അല്ലേ അന്വേഷണം? CBI അന്വേഷണം ഞങ്ങൾ മൂവ് ചെയ്ത് CBI അന്വേഷണം നേടിയെടുത്തതാണ്. SP ട്രാൻസ്ഫർ ചെയ്തു. അതേപോലെ തന്നെ CBI അന്വേഷണം കിട്ടി. ഇപ്പൊ CBI അന്വേഷണം നടക്കുകയാണ്. പ്രതികളായ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. അല്ല, അത് ഇനി കൂടുതൽ ആലോചിച്ചിട്ട് പറയാം. DGP മറ്റ് പോലീസ് ഓഫീസർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾ പറയണ്ട. കൂടുതൽ അന്വേഷിക്കട്ടെ, കൂട്ടായി ചർച്ച ചെയ്യട്ടെ, എന്നിട്ട് പറയാം. അറിയാവുന്ന കാര്യങ്ങൾ SP കുറിച്ചായിരുന്നു അത് വിശദമായി ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്. അതിനെപ്പറ്റി കൂട്ടായ ഒരു ആലോചന വേണം. മറ്റു കാര്യങ്ങൾ അറിയില്ല, ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പറയാം. നാളെ പ്രക്ഷോഭ പരിപാടികൾ അല്ലെങ്കിൽ തന്നെ ഉണ്ട്. കാഫിർ വിവാദം, അതേപോലെ തന്നെ ഹേമ, അതൊക്കെ മുൻനിർത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങളുടെ പ്രക്ഷോഭമുണ്ട്. അതിന്റെ പുറമെ പിന്നെ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ വന്ന ഈ വിഷയങ്ങൾ നിങ്ങൾ കൂട്ടായി ആലോചിക്കും. 4 മണിക്ക് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ പിന്നെ ഭവന പദ്ധതി ചർച്ച ചെയ്യാൻ. ശരി, കൂടുതൽ അറിയട്ടെ. ഇപ്പോൾ ആദ്യം അദ്ദേഹം എന്തെങ്കിലും പറയട്ടെ, എന്നിട്ട് കമന്റ് ചെയ്യാം. ഞങ്ങൾ നേരത്തെ പറഞ്ഞാണല്ലോ, ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി അതിൽ കൂടുതൽ ഇപ്പൊ ഇനി അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇനി അദ്ദേഹം എന്തെങ്കിലും പറയട്ടെ, എന്നിട്ട് പറയാം. മലപ്പുറം അല്ല, അത് അൻവർ പറഞ്ഞല്ലേ SP യെ കുറിച്ച്. അതല്ല, അദ്ദേഹം പറയാം. ഇപ്പൊ നമ്മൾ ഇപ്പൊ അൻവറിന്റെ പിന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ച് എല്ലാ വിവരങ്ങളും എടുത്ത് അൻവർ പത്രസമ്മേളനം നടത്തിയല്ലോ. അതേപോലെ നമ്മൾ ആ അജണ്ട പറയാനല്ലല്ലോ. പക്ഷെ പറഞ്ഞ കാര്യങ്ങള് ഗുരുതരാണ് എന്നുള്ളത് കൊണ്ട് അതിനെപ്പറ്റി കമന്റ് ചെയ്ത മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം. എന്ത് ചോദ്യമായി നമ്മളോട് ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചാൽ എന്താ ചെയ്യാ? ഏത് SI നല്ലത്, ഏത് SP നല്ലത് ചോദിച്ചാൽ നമ്മളെന്താ പറയും? നമുക്ക് ഉപദ്രവം ഉണ്ടാകുമ്പോ പറയാം. അതൊരു വലിയ ഗൗരവമുള്ള സംഭവമായിരുന്നു. അതുകൊണ്ടാണ് അതിനെ പറ്റി പറഞ്ഞത്. നിത്യ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നന്നായി സഹകരിച്ചിട്ടുണ്ടല്ലോ. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും. ഗവൺമെന്റ് കൊടുത്തിട്ടല്ലോ. അല്ല നമ്മളെ ഫണ്ടിലേക്ക് MLA-മാരൊക്കെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ UDF MLA-മാരും ഒരുപോലെ കൊടുത്തിട്ടുണ്ട്. പാർട്ടിയുമായി എല്ലാവരും സഹകരിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്നലെ ആപ്പ് രാത്രി ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ.
ഇനി വാർഡ് തലത്തിൽ ഓരോ ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല. ഇതിൽ കോട്ട ഉണ്ടായിരുന്നില്ല. ഒരാൾ ഇത്ര തരണം, ഒരു ശാഖ ഇത്ര തരണം, ഒരു മെമ്പർക്ക് ഇത്ര കോട്ട എന്ന് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല. ഇതെല്ലാവരും സ്വമേധയാ തന്നതാണ്. അതിൽ സ്വാഭാവികമായും പാർട്ടി നടത്തുമ്പോൾ ഇത്ര 2 ലക്ഷത്തിലധികം ആളുകൾ പങ്കാളികളാകുമ്പോൾ സ്വാഭാവികമായും പാർട്ടി നേതാക്കളും ഭാരവാഹികളായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്നും നാളെയൊക്കെ ആയിട്ട് അതിന്റെ കംപ്ലീറ്റ് റെക്കോർഡ് കിട്ടും. നോക്കാം.